പാകിസ്ഥാനിലെ ലാഹോറിനടുത്തുള്ള ഗുജർപുര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു 40 വയസ്സുള്ള ബിലാൽ ഖാനും ഫാമിലിയും താമസിച്ചിരുന്നത്. അപ്പോൾ ഇയാൾക്ക് 2 മക്കളാണുള്ളത്. 17 വയസ്സുള്ള മകനും 14 വയസ്സുള്ള മകളും. ഇയാൾ തയ്യൽ ജോലികളും മറ്റൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചായിരുന്നു ആൾ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. കടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടായിരുന്നു അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഷോപ്പിൽ കൂടുതൽ വർക്കുള്ള ടൈമിൽ ആളുടെ വൈഫും വന്ന് ഹെൽപ്പ് ചെയ്യും. അല്ലാത്ത ടൈമിൽ വൈഫ് വീട്ടിലൊക്കെ തന്നെ ആയിരിക്കും. കുട്ടികളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ രണ്ടുപേരും നന്നായിട്ട് പഠിക്കുമായിരുന്നു. എന്നാൽ അവരുടെ ജീവിതം അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. ഈ ഒരു ഫാമിലിയുടെ കഥ തന്നെ മാറാൻ കാരണം ബിലാൽ ഖാനാണ്. കാര്യം എന്തൊക്കെയാണ്, 40 വയസ്സായി, കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അയാളുടെ കാമാസക്തി തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഏതൊരു എക്സ്റ്റെൻറ്റ് വരെ എത്തിയെന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം മകളെ കാമക്കണ്ണുകൊണ്ട് നോക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് വരെ ആൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് തൻ്റെ മകൾ കുളിച്ച് ഡ്രസ്സ് മാറുന്ന ടൈമിൽ കീഹോള് വഴി ഒളിഞ്ഞു നോക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. പല സമയത്തും എന്താ പറയുക, അച്ഛൻ മകളിങ്ങനെ തുറച്ചു നോക്കുന്നത് മകൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും അച്ഛൻ എന്നെ നോക്കുന്നതായിരിക്കില്ല, വേറെ എന്തെങ്കിലും ആലോചിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു പെൺകുട്ടി ചിന്തിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ പെൺകുട്ടി കുളിച്ച് കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഡ്രസ്സ് മാറായിരുന്നു. അപ്പോൾ ഡോറിൻ്റെ അവിടെ എന്തോ ഒരു നിഴലനങ്ങുന്നത് ഈ ഒരു പെൺകുട്ടി ശ്രദ്ധിക്കുകയാണ്. പെൺകുട്ടി ചിന്തിച്ചപ്പോൾ ആ വീട്ടിൽ ഇപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മയും അതുപോലെ തന്നെ ചേട്ടനും വേറെ എവിടെയൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അച്ഛനായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളത് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. ഓക്കെ, അച്ഛൻ വേറെ എന്തെങ്കിലും ചെയ്യായിരിക്കും എന്നുള്ളൊരു തോട്ടിൽ ആ പെൺകുട്ടി ഡ്രസ്സൊക്കെ മാറി പുറത്തോട്ട് വരുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ അതിനുശേഷം ആ ഒരു പെൺകുട്ടി ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അതായത് ഒബ്വിയസ്ലി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ശ്രദ്ധ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ വന്നു. പിന്നെയും ഇതുപോലെ തന്നെ ആ ഒരു നിഴൽ കണ്ടപ്പോൾ ആ പെൺകുട്ടി പിന്നീട് കുളിച്ച് ബാത്റൂമിൽ നിന്ന് തന്നെ ഡ്രസ്സ് മാറി വരുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോഴത്തേനും എന്തൊക്കെയോ ഒരു സംശയം ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിലാലിൻ്റെ കാഴ്ച മുടങ്ങുകയാണ്. അടുത്തതായിട്ട് ആൾ ചെയ്തത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും കടുത്ത ഒരു കാര്യമായിരുന്നു. ആ പെൺകുട്ടിയോട് പറഞ്ഞു, തയ്യൽ കടയിൽ ഇതുപോലെ തന്നെ തുണിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, നീ അങ്ങോട്ട് വരണം, നിൻ്റെ അളവെടുക്കണം, പുതിയ തുണി തയ്പ്പിക്കാമെന്ന് പറഞ്ഞു. ആ ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്നപ്പോൾ അളവെടുക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടിയുടെ അവിടെ ഇവിടെയൊക്കെ കയറി പിടിക്കാനായിട്ട് തുടങ്ങി. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരാൾ ടച്ച് ചെയ്യുമ്പോൾ അത് ഏതൊരു ഉദ്ദേശത്തിലാണ് എന്നുള്ളൊരു കാര്യം കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ. അത് ആ ഒരു പെൺകുട്ടി മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ പെൺകുട്ടിയുടെ അമ്മയോ അതുപോലെ തന്നെ സഹോദരനോ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം മാക്സിമം അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടായിരുന്നു ഈ ഒരു പെൺകുട്ടി നടന്നുകൊണ്ടിരുന്നിരുന്നത്. എന്നാലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തൻ്റെ അമ്മയോടും അതുപോലെ തന്നെ ബ്രദറിനോടും പറയാനായിട്ട് ഈ ഒരു പെൺകുട്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതെങ്ങനെ എടുക്കും, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനാണ് തെറ്റുകാരി എന്ന് അമ്മ വിചാരിച്ചിട്ട് എന്നെ ചീത്ത പറയുമോ, അങ്ങനെയുള്ള ഒരുപാടധികം പേടികളും ഈ ഒരു പെൺകുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാലും ആ ഒരു പെൺകുട്ടി പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം പിതാവ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഡയറക്റ്റായിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്തോട്ട് പോയിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യം നീ നിൻ്റെ അമ്മയോടോ ബ്രദറിനോടോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുള്ളൂ എന്നുള്ളൊരു കാര്യമായിരുന്നു ആ ഒരു പിതാവ് മകളോട് പറഞ്ഞത്. അപ്പോൾ അതുകൂടെ കേട്ടപ്പോൾ ആ ഒരു പെൺകുട്ടി ആകപ്പാടെ സൈലൻ്റ് ആവുകയാണ്. പിന്നീട് അങ്ങനെ പറയാനൊന്നും ട്രൈ ചെയ്തില്ല. അതിനുശേഷം ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു പിതാവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടും നടക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു ഉൾവലിഞ്ഞ ഒരു പ്രകൃതം അയാളൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് കണക്കാക്കിയത്. അപ്പോൾ തൻ്റെ മകൾ തൻ്റെ വരുതിയിൽ വന്നിട്ടുണ്ട്, ഇനി തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളൊരു തോട്ടിലോട്ട് ആളെത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കറക്റ്റ് ബിലാൽ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു സമയം വന്നെത്തുകയാണ്. അതായത് ബിലാലിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മകനും ഒരു കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് മകൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇയാൾ മകളുടെ മുറിയിലോട്ട് കയറി ചെന്ന് മകളെ കയറി പിടിക്കുകയാണ്. അപ്പോൾ മകൾ ഒരുപാടധികം കുതറിമാറാനൊക്കെ ശ്രമിച്ചു. എന്നാലും ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് അതിന് സാധിച്ചില്ല. അതിനുശേഷം വളരെ ക്രൂരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ സ്വന്തം മകളാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയാണെന്നോ, അതായത് ഒരു ചിന്തയൊന്നുമില്ലാതെ ആ ഒരു പെൺകുട്ടിയെ അയാൾ റേപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അതിനുശേഷം ആളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണ് എടുത്ത് കാണിച്ചു. ലൈസൻസ് ഇല്ലാത്തൊരു ഗണ്ണ് ആളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കാണിച്ചു വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാര്യം നീ നിൻ്റെ അമ്മയോടോ അല്ലാന്നുണ്ടെങ്കിൽ ചേട്ടനോടോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ 3 പേരെയും ഞാൻ കൊന്നുകളയും എന്നുള്ള രീതിയിലായിരുന്നു ആളുടെ ഭീഷണി. അപ്പോൾ അതോടുകൂടി നിർത്തിയില്ല, അതൊരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷം സ്ഥിരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ അയാൾ റേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തിനേറെ പറയുന്നു, വീട്ടിൽ ഭാര്യയും മകനും ഉള്ള സമയത്ത് വരെ ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ബിലാൽ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കും.
ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആളുടെ മുറിയിൽ പോകും. മുറിയിൽ പോയിട്ട് മകളെ വിളിക്കും. മകൾക്കപ്പോൾ മുറിയിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനൊരു ഭയമാണ്. എന്നാലും അച്ഛൻ വിളിക്കുകയാണ്, മകൾ പോകുന്നില്ല. അപ്പോൾ അമ്മ സ്വാഭാവികമായിട്ടും പറയും, എന്താണ് അച്ഛൻ വിളിക്കുന്നത്, എന്തോ കാര്യം പറയാണ്ട്, നീ എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാനായിട്ട് പറയുകയാണ്. അമ്മയുടെ അടുത്ത് ഇതാണ് കാര്യം എന്നുള്ളത് പറയാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ ഈ ഒരു പെൺകുട്ടി ഓട്ടോമാറ്റിക്കലി ആ ഒരു റൂമിലോട്ട് പോവുകയാണ്. റൂമിലെത്തിയതിന് ശേഷം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഡോറ് ലോക്ക് ചെയ്യും. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യും. പിന്നീട് ഈ ഒരു തോക്കൊക്കെ കാണിച്ചിട്ട് ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും കൊന്നുകളയും പുറത്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു കാര്യം പറയും. പുറത്തുള്ള ഈ എന്താ പറയുക ചേട്ടനും അതുപോലെ തന്നെ അമ്മയും വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും മകളും അല്ലേ, അവർക്ക് ഒരുപാടധികം രഹസ്യങ്ങളും മറ്റൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ ഒരു രഹസ്യങ്ങളൊക്കെ പറയുന്നത് ആയിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ആരോടും പറയാതെ ഈ ഒരു പെൺകുട്ടി ഇത് കൊണ്ടു നടന്നു. ഏകദേശം അങ്ങനെ 3 മാസം കടന്നുപോയി. അപ്പോഴത്തേനും ഈ ഒരു പെൺകുട്ടിക്ക് അച്ഛനോടുള്ള പക ഭയങ്കരമായിട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 22, 2023 എന്നത്തെയും പോലെ അന്നും ആ ഒരു പെൺകുട്ടിയെ ഇയാൾ റേപ്പ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഒരു 10-12 മണി ടൈമൊക്കെ ആയി. ഈ പെൺകുട്ടിക്ക് കിടന്നിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അടുത്ത് പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പെൺകുട്ടി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മുറിയിലോട്ട് കയറി. അതിനുശേഷം ആ ഒരു ഗണ്ണ് ഒളിപ്പിച്ച് വെച്ചിരുന്ന സ്ഥലം ആ ഒരു പെൺകുട്ടിക്ക് അറിയായിരുന്നു. ആ ഒരു ഗണ്ണ് എടുക്കുകയാണ്. അതിനുശേഷം അച്ഛൻ്റെ അടുത്ത് പോയിന്റ് ചെയ്തു. അതിനുശേഷം ട്രിഗറിൽ കൈവച്ചു. വലിക്കണം, അതായത് ട്രിഗർ വലിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിലും കൈവിറച്ചു. ആ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടിക്ക് അതിന് പറ്റിയില്ല. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗണ്ണും എടുത്തുകൊണ്ട് സ്വന്തം മുറിയിലോട്ട് പോയിട്ട് അവിടെ കിടക്കുകയാണ്. അതിനുശേഷം ഒരുപാടധികം കാര്യങ്ങൾ ഈ ഒരു പെൺകുട്ടി ചിന്തിച്ചു കൂട്ടുകയാണ്. അപ്പോൾ എത്രയൊക്കെ ചിന്തിച്ചിട്ടും അയാളെ കൊല്ലണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇയാൾ ജീവനോടുള്ളിടത്തോളം കാലം എന്നെയും എൻ്റെ സഹോദരനെയും അതുപോലെ തന്നെ അമ്മയെയും ജീവിക്കാൻ അനുവദിക്കില്ല, എന്നെ ഇതേപോലെ തന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു ചിന്ത ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുകയാണ്. ഇയാളെ ഏത് വിധേനയും ഇല്ലാതാക്കണം എന്നുള്ളൊരു ചിന്ത കൂടെ ഉള്ളിലോട്ട് വരികയാണ്. അങ്ങനെ രാവിലെ 6 മണിയായി. ആ ഒരു സമയം വരെ ആ പെൺകുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ മനസ്സിൽ. ആ സമയമൊക്കെ ആയപ്പോഴത്തേനും ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ തോക്കും എടുത്തുകൊണ്ട് ബിലാലിൻ്റെ മുറിയിലോട്ട് ആ പെൺകുട്ടി നടക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഗണ്ണ് അച്ഛൻ്റെ നേരെ ലക്ഷ്യം വെച്ചു. അതിനുശേഷം കാഞ്ചി വലിക്കുകയും ചെയ്തു. ഒരൊറ്റ ക്ലിക്കിൽ പോയിന്റ് ബ്ലാങ്കിലായിരുന്നല്ലോ ആ ഒരു എന്താ പറയുക വെടി പൊട്ടിയത്. അതുകൊണ്ട് തന്നെ ആൾ സ്പോട്ടിൽ മരിച്ചു പോവുകയാണ്. ഈ ഒരു ഗൺ ഫയറിൻ്റെ സൗണ്ട് കേട്ടിട്ട് ബിലാലിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മകനും ആ ഒരു മുറിയിലോട്ട് ഓടി വരികയാണ്. അവരിപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ തോക്കും പിടിച്ച് നിൽക്കുന്ന മകളെയാണ്. ബിലാലാണെന്നുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. എന്തിനാണ് മകൾ ഇത് ചെയ്തത്, എന്താണ് ഇതിന് മാത്രമുള്ള പ്രശ്നം, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പ്രോസസ്സ് ചെയ്യാനുള്ള ആ ഒരു ടൈം പോലും ആ ഒരു അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയും ബ്രദറും അവിടെ വന്ന് നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ട ഈ പെൺകുട്ടി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് താൻ അനുഭവിച്ചുകൊണ്ടിരുന്നിരുന്ന പീഡനങ്ങളുടെ വിവരങ്ങളെല്ലാം തന്നെ അമ്മയോട് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. ഇയാൾ എന്തൊരു പിശാചാണ് എന്നുള്ളൊരു രീതിയിൽ അമ്മ ചിന്തിക്കുകയാണ്. അതിനുശേഷം പോലീസിനെ വിളിക്കാനൊന്നും അവർ മുതിർന്നില്ല. അവരെന്താ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രൈം എങ്ങനെയെങ്കിലും ഹൈഡ് ചെയ്യണം, മകളെ രക്ഷിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മകളുടെ കണ്ണൊക്കെ തുടച്ച് അമ്മ സമാധാനപ്പെടുത്തുകയാണ്. അതിനുശേഷം അയാളുടെ ബോഡി ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞിട്ട് ആ ഒരു കട്ടിലിൻ്റെ താഴെ വെക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്ലാന് ആലോചിച്ചിട്ട് അതിനുശേഷം ബോഡി ഡിസ്പോസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവരെത്തിയതായിരുന്നു. എന്നാൽ ഈ ഒരു ഗൺ സൗണ്ട്, അതായത് ഗൺ ഫയറിൻ്റെ സൗണ്ട് അയൽവക്കത്തുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ബിലാലിൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത് എന്നുള്ളൊരു കാര്യവും ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നേരം വെളുത്ത് കുറച്ചധികം സമയം കഴിഞ്ഞിട്ടും ബിലാലിനെ പുറത്തോട്ട് കണ്ടില്ല. അതുപോലെ തന്നെ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾ ആരും തന്നെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നൈബേഴ്സ് കൺസേൺഡ് ആവുകയാണ്. അവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസുകാർ സ്ഥലത്തോട്ടെത്തി. ഇതുപോലെ തന്നെ ഡോറിൽ മുട്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറക്കുകയാണ്. അതിനുശേഷം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇവിടെ നിന്നൊരു ഗൺ ഫയറിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അന്വേഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളൊരു കാര്യം ആ ഒരു സ്ത്രീ പറയുകയാണ്. എന്നാൽ പോലീസുകാർ അത് കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല. അവർ വീടിൻ്റെ അകത്ത് കയറിയിട്ട് സെർച്ച് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ആ ഒരു ബിലാലിൻ്റെ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ ബോഡി പോലീസുകാർ കണ്ടെടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കൊല്ലാൻ ഉപയോഗിച്ച ആ ഒരു തോക്കും ആ വീട്ടിൽ നിന്ന് തന്നെ പോലീസുകാർ കണ്ടെടുക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന 3 പേരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അതിനുശേഷം പോലീസുകാർ ചോദിച്ചു എന്തിനാണിത് ചെയ്തത്, ആരാണിത് ചെയ്തത് എന്ന്. അപ്പോൾ ആ 14 വയസ്സുള്ള പെൺകുട്ടി മുന്നോട്ട് വന്നിട്ട് താനാണ് തൻ്റെ അച്ഛനെ കൊന്നതെന്നും
അതുപോലെ തന്നെ ഇന്നിന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം താൻ ചെയ്തത് എന്നുള്ള കാര്യം കൂടെ പോലീസുകാരോട് പറയുകയാണ്. ഇത് കേട്ട് പോലീസുകാർ വരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവരെ 3 പേരെയും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചാകേണ്ടത് തന്നെയാണ് എന്നുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു ജഡ്ജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. എന്നാലും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വിധിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ പെൺകുട്ടിക്ക് എതിരെ ഒരു വിധി ഉണ്ടാകരുത് എന്നുള്ള രീതിയിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ട്സും മറ്റും പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.